സർ, ഇപ്പം പ്രൊജക്ട് നമ്മൾ ഇപ്പോൾ ഒരു സാമ്പിൾ ഫ്ലാറ്റ്, ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ വന്ന് സാമ്പിൾ ഫ്ലാറ്റ് കാണുമ്പോഴാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങളിലുള്ള എസ്തെറ്റിക്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലോറിങ്ങിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഞങ്ങൾ ഡോറ് എല്ലാം ഓപ്പൺ ആക്കിയിട്ട് നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ടൈലിങ്ങിൻ്റെ പോലും പാറ്റേൺസ് പോകുന്നത്. അത് കുറച്ച് കാണുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ അല്ല അത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സിബി ശ്രദ്ധിക്കുന്നത്? ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഒരു പ്രധാനമായി ബിൽഡർ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, ഏത് വർക്ക് ആദ്യം ചെയ്യണം, ഏത് വർക്ക് അവസാനം ചെയ്യണം, ഇത് വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിയുന്നതും ബിലോ ഗ്രൗണ്ട് ലെവലുള്ള എല്ലാ വർക്കുകളും തീർത്തു കൊണ്ടുപോകുക എന്നുള്ളത് ആ പ്രോജക്റ്റിനെ കുറച്ചും കൂടെ സ്പീഡാക്കാനും ആ പ്രോജക്റ്റ് കുറച്ചും കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ ഉപകാരമായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ പ്രവർത്തനങ്ങളും സെറ്റ് ഔട്ടിങ് മുതൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. ഈ സെറ്റ് ഔട്ടിങ് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ടൈലിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞത് ബയേഴ്സ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഞങ്ങളോട് പലരും പറയാറുണ്ട്, ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവരോട് ഷെയർ ചെയ്യാണ്. അതായത് ടൈൽ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ടൈലിങ്ങിന് വേണ്ടി മാത്രം ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യും. ആ പ്രിപ്പയർ ചെയ്യുന്നത് റൂമിന്റെ സൈസ്, ടൈലിന്റെ സൈസ്, ഇതെല്ലാം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലായിരിക്കും ഞങ്ങൾ അത് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യും. ആ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാത്ത രൂപത്തിലുള്ള ലേയിങ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ആ ലേയിങ് നടക്കുന്ന സമയത്ത് അത് അതിന്റെ ലേ ചെയ്യുന്ന രീതി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് സാധാരണ ഇതിൽ ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് പൊള്ളച്ചു പോരുക എന്നുള്ള ചില പ്രക്രിയകളൊക്കെ കാണാറുണ്ട്. ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ എന്ത് പാഠങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടോ ആ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് അത്തരം ന്യൂനതകൾ വരാതിരിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് സൗകര്യം എളുപ്പമായിട്ടുണ്ട് ഇത്രയും പരിചരണം.